ഹായ് മക്കളെ, ഇന്നലെ മുതൽ എൻ്റെ ഇൻബോക്സിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. സാർ, റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ ഇന്നലെ വേറെ അക്ഷയ സെന്ററിലും ബാക്കിയുള്ള ജനസേവന കേന്ദ്രത്തിലേക്കൊക്കെ പോയി നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും റീവാലുവേഷൻ അപ്ലൈ ചെയ്യണം. കാരണം A+കളുടെ എണ്ണം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും, റീവാലുവേഷന് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് തന്നെയാണ്. എല്ലാവർക്കും നല്ല മാർക്ക് കൂടുതൽ കിട്ടട്ടെ എന്നതാണ് സാറിൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ആ റീവാലുവേഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ വേറെ ആരെയും എന്ത് ചെയ്യേണ്ട, ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതായത് എന്താ സാറേ ചെയ്യേണ്ടത് എന്നുള്ളതല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ റീവാലുവേഷൻ SLC 2026 എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ആ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ iExams SLC പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരും. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SLC ലേറ്റസ്റ്റ് ന്യൂസിൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് റീവാലുവേഷൻ ഓർ ഫോട്ടോ കോപ്പി ഓർ സ്ക്രൂട്ടിനി അപ്ലിക്കേഷൻസ് രജിസ്ട്രേഷൻ. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തു. അതിൽ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തിട്ടോ. ക്ലിക്ക് ചെയ്ത നേരെ ഇങ്ങനെ ഒരു പോർട്ടലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ലാപ്പിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഓക്കെ എന്നുള്ള ഈ ബട്ടൺ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ആ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ നെയിം, സെന്റർ കോഡ്, അതേപോലെ ഈ സെന്റർ നെയിം, നിങ്ങൾ ഏത് മീഡിയം ആണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഞാൻ തന്നെയാണ് ഇത് റീവാലുവേഷന് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് അടിക്കണം. അത് ആരും എന്ത് ചെയ്ത് മാറിപ്പോകരുത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ നമുക്കറിയാം, റീവാലുവേഷൻ കൊടുക്കാം, ഫോട്ടോ കോപ്പി കൊടുക്കാം, സ്കൂട്ടി, എല്ലാം കൂടെ ഒരൊറ്റ ആപ്ലിക്കേഷനിലാണ്. വേറെ ഒന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ, ഇപ്പൊ നമ്മൾ കൂടുതൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേപ്പർ ഒന്നും കൊടുക്കണം. നിങ്ങൾക്ക് ഉറപ്പുള്ള, അതായത് ഇതിൽ എനിക്ക് എന്തായാലും മാർക്ക് കൂടുതൽ കിട്ടും എന്ന് ഉറപ്പുള്ള പേപ്പർ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇംഗ്ലീഷിന്റെ റീവാലുവേഷൻ കൊടുക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റീവാലുവേഷൻ, ഇത് ഫസ്റ്റ് റീവാലുവേഷൻ, ദെൻ സ്ക്രൂട്ടി, ഫോട്ടോ കോപ്പി, ദെൻ സ്ക്രൂട്ടി, ആ ഓർഡറിലാണ് നമ്മുടെ കോളം ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിന് എനിക്ക് റീവാലുവേഷൻ കൊടുക്കണം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ടിക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതിന് എത്ര എമൗണ്ട് വരും എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എമൗണ്ട് 400. അപ്പൊ നമുക്കറിയാം റീവാലുവേഷൻ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ റീവാലുവേഷന് കൊടുക്കുന്ന ഒരു കുട്ടി പിന്നെ സ്ക്രൂട്ടിനിക്ക് വേറെ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഇനി ഫോട്ടോ കോപ്പിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിന്റെ ഫോട്ടോ കോപ്പി കൂടെ, അപ്പൊ നമ്മൾ സെക്കൻഡ് കോളത്തിൽ എന്ത് ചെയ്യുക, അടുത്ത ക്ലിക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന്റെ ഫോട്ടോ കോപ്പിയും കൂടെ കിട്ടി. അതിന് 200 രൂപയാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്മൾ അടയ്ക്കേണ്ട എത്രയാണ്, 600 രൂപയാണ്. അപ്പൊ എത്ര സബ്ജക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുക. ആ സബ്മിറ്റ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എമൗണ്ട് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരും. അതായത് ഓൺലൈനായിട്ട് നമുക്ക് എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി പറ്റും. ആ എമൗണ്ട് പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കണം. ആ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് എന്ത് ചെയ്യുക, കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾ ഈവനിങ് ഒക്കെ ചെയ്താൽ പിന്നെ അടുത്ത ദിവസമാണ് എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി പറ്റുക. മോർണിംഗ് തന്നെ എന്ത് ചെയ്യുക, ഇത് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് എന്ത് ചെയ്യുക, അത് കൊണ്ടുപോയി കൊടുക്കുക. ആരും ലേറ്റ് ആക്കേണ്ട. അവസാനത്തെ ദിവസം ആവും തോറും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സൈറ്റ് ഹാങ് ആവാനും മറ്റുള്ളതിനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഡേറ്റ് ഇനി നീട്ടി വെക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ HM അത് പൈസ കൊടുത്തിട്ട് HM അത് കൺഫേം ആക്കി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, സ്കൂളിൽ നിന്ന് റിട്ടേൺ അടിക്കുക കേട്ടോ. കാരണം ഇതിൽ അവസാനം പറയുന്നത് ഓൺലി ഫീ പെയ്ഡ് ആൻഡ് HM കൺഫേംഡ് ആപ്ലിക്കേഷൻസ് വിൽ ബി കൺസിഡർഡ് ഫോർ റീവാലുവേഷൻ ഓർ ഫോട്ടോ കോപ്പി ഓർ സ്ക്രൂട്ടിനി. ക്ലിയർ അല്ലേ? അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ IT റീവാലുവേഷനും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രൊസീജിയർ. വലിയ പ്രൊസീജിയർ ഒന്നല്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ?